ദുറൂസിൽ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള 5ാം ക്ലാസ്സിലെ ദുറൂസിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇബാദത്തുകൾ സമ്പൂർണ്ണമാവാൻ എന്തുണ്ടാകണം? ഇഖ്ലാസ്. ഓക്കെ. അൽ ഖിയാം ബിൻ നഫ്സ് എന്നതിൻ്റെ അർത്ഥം നിരാശ്രയത്വം. അള്ളാഹു തആലക്ക് മറ്റുള്ളവരുടെ ആവശ്യം ഇല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശം ബനൂ തൈം ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകളൊക്കെ വരും, ശ്രദ്ധിക്കുക. അഭിമുഖം എന്നതിൻ്റെ അറബി പദം മുഖാബല, ഇൻ്റർവ്യൂ എന്നൊക്കെയാണ്. മുഖാബല. വിശുദ്ധ മക്ക ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭാഗമായത് ഹിജ്റയുടെ 8ാം വർഷം. ഫതഹു മക്ക നടന്നത്. മക്ക ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭാഗമായത് ഹിജ്റയുടെ 8ാം വർഷം. ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ച സംരക്ഷിച്ച വ്യക്തി ഖലീഫ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. യഅകുലുൽ ഹസനാത്തി ഡാഷ് അൽ ഹസദു. യഅകുലുൽ ഹസനാത്തി നന്മകളെ തിന്നും. എന്ത്? അൽ ഹസദു അസൂയ. മിനൽ മുഹ്ലിക്കാത്തി ഈ ലെ ഹവൽ മുത്തബ്. മിനൽ മുഹ്ലിക്കാത്തി നമ്മളെ നശിപ്പിക്കുന്ന, നാശം വരുത്തുന്ന സംഗതിയിൽപ്പെട്ടതാണ് ഹവൽ മുത്തബ്. ഹവൻ മുത്തബ് എന്ന് പറഞ്ഞാൽ സ്വയം തടീച്ചയെ, സ്വന്തം ഇഷ്ടങ്ങളെ പിന്തുടരുന്നവൻ. ലൈസൽ മുഅ്മിനു മുഅ്മിന് അല്ല. ഹഖൂദുൻ അസൂയ വെക്കുന്ന ആളല്ല. അല്ലേ? പോരും അസൂയം വെച്ച് നടക്കുന്ന ആളല്ല. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമൻ ഏഷണി പറഞ്ഞ് പരത്തുന്നു, മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് പരത്തി തമ്മിൽ തെറ്റിക്കുന്നവൻ നമ്മളിൽ സ്വർഗത്തിൽ കടക്കുകയില്ല. ഹുസ്നുൽ ഖുലുഖ് നല്ല സ്വഭാവം, അൽ ബിർറു ഗുണം ചെയ്യുക എന്നുള്ളതാണ്. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഏതൊരു കർമ്മവും സ്വീകരിക്കുന്നതിന് ഡാഷ് വേണം. നിയത്ത് പരിഗണിച്ചാണ്. അല്ലാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹത്തിൽ വെച്ച് ഏറ്റവും വലിയതാണ് സംസാര ശേഷി. അനുഗ്രഹത്തിൽ എന്നാണ് വിട്ടുപോയത്. സംസാരശേഷി എന്നായിരിക്കും അടുത്ത കൊല്ലം. ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? സംസാരശേഷി. വഖായിമുൻ ആനി വവാഹിദുൻ വഹി ഖദർ മുരീദുൻ ആലിമുൻ ബി കുല്ലി ഷൈ. ഓക്കെ. അതായത് ഖലീഫമാർ വിട്ടുപോയത് പൂരിപ്പിക്കാനാണ്. ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾ. സിദ്ദീഖ് റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സ്റ്റാർട്ടിങ് അടിത്തറ പാകിയത്. ഈമാൻ്റെ ശാഖകളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊഴിലാളികൾ ഉത്തരവാദിത്വത്തോടു കൂടി ജോലി ചെയ്താലേ ശമ്പളം അനുവദനീയമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലം 23. ഓക്കെ. ബിസി എന്നതിന് അറബിയിൽ മഷ്ഗൂൽ എന്നാണ് പറയും. അസ്സമം എന്നതിൻ്റെ ഓപ്പോസിറ്റ് വിപരീതം അസം എന്നാണ്. 20 സിഫത്തും അതിൻ്റെ ഓപ്പോസിറ്റും പഠിച്ചു വെക്കണം എന്നർത്ഥം. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അയച്ച സൈന്യത്തെ നയിച്ചത് ഉസാമ. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അയച്ച സ്വഹാബിയുടെ പേര് ഉസാമ റളിയല്ലാഹു അൻഹു. കം റുക്നൻ ലി തോബ. തോബക്ക് എത്ര റുക്നുകളുണ്ട്? 4. സംഭാഷണത്തിലൂടെ നിരീശ്വരവാദിയെ പരാജയപ്പെടുത്തി ഇമാം. ഇമാം അബു ഹനീഫ. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 2 കാര്യം. ജനനം, ഹൃദയസ്പന്ദനം. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. വതഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വഅ. ആരാധന ശരിയാകുന്നത് അറിവ് നീ പഠിക്കുക. അതിന് അബൂബക്കർ റളിയല്ലാഹു എന്താണ് രാജ്യത്തെ സംസ്ഥാനങ്ങളായി തിരിക്കാനുള്ള കാരണം? ഭരണ സൗകര്യത്തിന് വേണ്ടി. അല്ലാഹു തആലയുടെ ജായിദ സിഫത്ത് ഏതാ? ഉണ്ടാവാനും ഉണ്ടാകാതിരിക്കാനും ചെയ്യലും ചെയ്യാതിരിക്കാനും അള്ളാഹുവിൻ്റെ അവകാശം. അല്ലേ? അള്ളാഹു തആലക്ക് ജായസിഫ്. പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങൾ എഴുതുക. കുടുംബക്കാർക്ക് കൊടുക്കുക, പാവപ്പെട്ടവർക്ക് കൊടുക്കുക.